അങ്ങനെ CPIയുടെ ഒരു പ്രസ്താവനയും വന്നിട്ടില്ലല്ലോ. അത് ഇത്രയും വസ്തുതകൾ വിശദീകരിച്ചാൽ അത് അവർക്കും ബോധ്യം വരും. ഞാൻ ഇത്രയും വസ്തുതയൊന്നും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിന്റെ ഇത്രയും വിശദമായ ചർച്ചയും വന്നിട്ടില്ല. ഇത് വിശദീകരിച്ചാൽ സാധാരണഗതിയിൽ ആർക്കും ബോധ്യം വരാതിരിക്കില്ല, എല്ലാവർക്കും ബോധ്യം വരും. പ്രതിപക്ഷ നേതാവിനും മുൻ നേതാവിനും മാത്രമേ അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവൂ. സാധാരണ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കണക്കുകളാണ് വെള്ളത്തിന്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. വെള്ളത്തിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല ഇന്നത്തെ ജനയുഗം ലേഖനം. അതിലങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണമാണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണക്കുകൾ ഏതെങ്കിലും തെറ്റാണ് എങ്കിൽ, അതെ, കൃഷിക്ക് വെള്ളം എത്തണം എന്നല്ലേ ആവശ്യം. അതിനുള്ള വെള്ളം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ കണക്കല്ലേ വിശദീകരിച്ചു. ഞാൻ വീണ്ടും വിശദീകരിക്കണം. വേറെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ കാര്യം എനിക്കറിഞ്ഞുകൂടാ. അങ്ങനൊരു പ്രസ്താവന സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതായി കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇന്ന് ജനയുഗത്തിൽ ലേഖനമുണ്ട് വെള്ളത്തെ സംബന്ധിച്ച്. വെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ വ്യക്തത വരുത്തി, കണക്ക് സഹിതം. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതൊന്നും ലംഘിച്ച് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ല, തുടർന്നുള്ള ഇത് പ്രാരംഭാനുമതിയാണ്. ബാക്കിയുള്ള അനുമതികൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നല്ലേ അവരെടുക്കേണ്ടത്. അപ്പൊ അവസാനം ഇനി വീണ്ടും എക്സൈസ് അനുമതി കൊടുക്കണം. അതാണ് ഈ പ്രാരംഭാനുമതി എന്ന് പറയുന്നത്. ഇനി ഡിസ്റ്റിലറി പ്രവർത്തിക്കണമെങ്കിൽ വേറെ അനുമതി കൊടുക്കണമല്ലോ. എങ്ങനെയാണ് എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് അന്തിമ റിപ്പോർട്ട് നൽകിയത് 28/5/2024 എന്റെ മുഴുവൻ നാൾവഴി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എക്സൈസ് കമ്മീഷണർ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയത് 28/5/2024. അത് പിന്നീട് മറ്റേ എക്സൈസ് വകുപ്പ് മുഖ്യമന്ത്രിക്ക് അയച്ചു, മുഖ്യമന്ത്രി ക്യാബിനറ്റിലേക്ക് അയച്ചു, ക്യാബിനറ്റ് നോട്ടായിട്ട് വരുന്നുണ്ട്. എല്ലാ സാവകാശവും എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രയാസമില്ല. ഇതില് ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഒരു ആശങ്കയോ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ ഈ ക്യാബിനറ്റ് നോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിച്ചതുമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.